പാറമേക്കാവിൻ്റെ മേളപ്രമാണി ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണി ശ്രീ കിഴക്കൂട്ട് അനിയന്മാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. അനിയേട്ടാ, ഇതിപ്പോൾ 4ാം തവണയാണ് അല്ലേ മേളത്തിൻ്റെ? എന്താണ് ഈ തോന്നുന്നത്? അതിപ്പോൾ എന്തായാലും കൊല്ലൂടി കൊട്ടം ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇലഞ്ഞിത്തറ മേളം എന്തായാലും നമുക്ക് ഏമാക്കാം. വല്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ. സാഹചര്യത്തിലായി ഒരു മാനസിക വിഷമമുണ്ട് എല്ലാത്തിനും. നമ്മളിപ്പോൾ ദൈവം അനുഗ്രഹം കൊണ്ട് ബാക്കി ഇത്രയും നടത്താൻ പറ്റിയില്ലോ, അത് ഭാഗ്യം വിചാരിക്കുക. ഇലഞ്ഞിത്തറ മേളം എന്ന് പറഞ്ഞാൽ അത് ആചാരത്തിൻ്റെ ഭാഗമാണല്ലോ. അതതിൻ്റെ പേരിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഇലഞ്ഞിത്തറയുടെ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള വിശ്വാസം അല്ലേ? അപ്പോൾ എല്ലാവരും പൂരത്തിൻ്റെ ഈ അത്യാവശ്യം സംഭവിച്ചതിൽ അവരുടെ കുടുംബങ്ങളോടും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. പിന്നെ എന്തായാലും പൂരം ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിലെ എല്ലാ ഭക്തജനങ്ങളെയും ആസ്വാദകരെയും സാധാരണ ക്ഷണിച്ചു പോകുന്നു. എന്നാണെങ്കിൽ ഇത്തവണത്തെ പൂരം ആർക്കും പൂർണ്ണ മനസ്സോടെ ആസ്വദിക്കാൻ കഴിയില്ല. കാരണം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് അതിൻ്റെ ഓർമ്മയിൽ നീറി നിൽക്കുന്ന സമയത്താണ് പൂരം. അത് പക്ഷേ ആചാരമായ ചടങ്ങുകൾ മാത്രമാണ് ഇത്തവണ ഉണ്ടാവുക. എന്നാണെങ്കിലും മേളപ്രേമികളെ സംബന്ധിച്ച് ഇലഞ്ഞിത്തറ മേളം അത് എവിടെയായിരുന്നാലും അവർ ആ ദിവസം ഈ ഇലഞ്ഞിത്തറ ചൂടിൽ വന്ന് മേളം ആസ്വദിക്കുന്നവരാണ്. അവർക്ക് ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ ഇത്തവണയും സാധിക്കും. അതിൻ്റെ വിശേഷങ്ങളാണ് ശ്രീ കിഴക്കൂട്ട് അനിയന്മാർ പങ്കുവച്ചത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.